വിശാലിന്റെ മുറി എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുമ്പോ പുറത്തിറങ്ങുമല്ലോ, അപ്പൊ ഞാൻ പറയാനുള്ളത് പറഞ്ഞോളാം. നേരം വെളുക്കുന്നത് വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടാവോ മണി? പാറു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പറഞ്ഞ മണി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ദേവിക്ക് ചേർത്തിയ മാലയിലെ പൂക്കൾ നീലയായി വാടിയതല്ല, നിറം മാറിയതാ. അവിടെ ജനാലക്കരികിൽ ദേവമ്മ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു അറിയിക്കാനാ ദേവമ്മ വന്നത്. അദ്ദേഹത്തെ ഞാൻ രക്ഷിക്കണമെന്ന്. ദേവിയുടെ മാല നീല നിറമായില്ലേ, വിഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നു അതിന്റെ അർത്ഥം. ദേവിയും ദേവമ്മയും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാ. ഞാൻ എന്താ ചെയ്യാ മണിക്കുട്ട? അയാളുടെ ജീവൻ രക്ഷിക്കുക, അതല്ലേ പാറു ചെയ്യേണ്ടത്. എനിക്ക് ആ വീട്ടിൽ കയറാനുള്ള അനുവാദമില്ല. അവിടെ പോയാ അദ്ദേഹത്തിന്റെ അമ്മ, സ്വന്തം അമ്മയല്ല രണ്ടാനമ്മയാ, എന്നെ തടയും. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കേയില്ല. അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി പറ്റാനുള്ള അടവാണെന്നും പറഞ്ഞ് എന്നെ ഇറക്കി വിടും. പാറു രണ്ടാനമ്മയോട് പറയാൻ നിൽക്കണ്ട, നേരെ നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി. അമ്മയെ വിശ്വസിപ്പിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാ അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. എന്നെ കാണുന്നതേ അദ്ദേഹത്തിന് ചതുർത്ഥിയാ. ആ വീട്ടിൽ വേറെ ആൾക്കാരില്ലേ പാറു പറയുന്ന കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറാവുന്നവർ? ഉണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും ഗാർഗിയും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ നേരം കുറെ ആയില്ലേ, അവരൊക്കെ ഉറങ്ങിക്കാണില്ലേ. ആ വീട്ടിൽ കയറാൻ കഴിഞ്ഞാലല്ലേ അവരെ വിളിച്ചുണർത്തി ഈ വിവരം അറിയിക്കാൻ പറ്റൂ. അവിടെ കയറാൻ ആ അമ്മ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും പാറു? എനിക്കറിയില്ല മണി. എനിക്കെന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. ആര് തടഞ്ഞാലും ഇറക്കി വിട്ടാലും തല്ലിക്കൊന്നാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ആരുമില്ല ഇവിടെ, കഥക തുറക്ക്. അപകടം സംഭവിക്കാൻ പോവാ. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. സാറേ, ചെറിയമ്മേ, ഗാർഗി, അച്ഛാ. ആരും അറിയുന്നില്ലല്ലോ ദൈവമേ. ചെറിയമ്മേ, മകന് തനിച്ചാക്കി പോയതിന്റെ ദണ്ണമായിരിക്കും ഗായത്രിയുടെ മനസ്സിൽ. ആ പ്രയാസം ഞാൻ തീർത്തു കൊടുക്കാൻ പോവാ. ഈ രാത്രിയോട് കൂടി വിശാലും അവളുടെ അടുത്തെത്തും. അമ്മയെ വല്ലാതെ മിസ് ചെയ്തപ്പോ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോവാ. ഇതുവരെ നടത്തിയ ശ്രമങ്ങളൊക്കെ പാളിപ്പോയി. പക്ഷേ ഇക്കുറി ജയം നമുക്ക്. അന്ന് നമ്മള് ഗായത്രിക്ക് കൊടുത്ത അതേ വിഷമായത്. ഇതുള്ളിൽ ചെന്നാൽ ഏറിയാൽ 15 മിനിറ്റ്. ഗായത്രി, നിന്റെ മോൻ നിന്റെ ജീവനല്ലേ? അവന് ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക. ഞാൻ നിന്നെയും നിന്റെ മോനെയും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. പ്രകൃതി നമ്മുടെ സൈഡാണല്ലോ ചേച്ചി. കണ്ടില്ലേ ഇടിയും മിന്നലും ഒക്കെ.
അവൻ തൊണ്ട പൊട്ടിക്കറിഞ്ഞാൽ പോലും ഒറ്റ മനുഷ്യൻ കേൾക്കില്ല. ഇതിവിടെ വയ്ക്കുന്ന അപകടമാണ് തെളിവായത്. എന്റെ ഉദയനൂരമ്മ ദേവി, മോനെ, അമ്മേ, ഈ മുറിയിലേക്ക് മോൻ അങ്ങനെ വരാറില്ലല്ലോ. ഇന്ന് എന്ത് പറ്റി? എനിക്കറിയില്ല അമ്മേ. ഇന്നെന്തോ അമ്മയെ കാണാനൊരാഗ്രഹം. നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇതിപ്പോ ചെല്ലേണ്ട താമസം നീ നിന്റെ അമ്മയുടെ അടുത്തെത്തും. ആദ്യമായിട്ടാ എന്റെ മോൻ ഇങ്ങനെ പറയുന്നേ. ഈ അമ്മ സ്നേഹം തരുന്നില്ല എന്ന് മോന് തോന്നുന്നുണ്ടോ? അമ്മേ, അങ്ങനെയൊന്നുമില്ല. അമ്മ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ. നീ വെറുതെ പറയുന്നതാ. എന്നെ ഇപ്പോ ആർക്കും വേണ്ട, നിന്റെ അച്ഛന് പോലും. എന്തായാലും പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. അപ്പോ അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയുടെ മുറിയിൽ വന്ന് ഓരോന്നോർത്ത് എന്റെ മോൻ വിഷമിക്കുന്നത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയുടെ ഒരു കാര്യം, ഈ അമ്മയല്ലേ എന്റെ അമ്മ. എനിക്കിത് കേട്ടാ മതി മോനെ. ഓരോന്നോർത്ത് വിഷമിക്കാതെ എന്റെ മോൻ ഈ പാല് കുടിച്ചിട്ട് കിടക്ക്. നേരം കുറേയായി. അതവിടെ വച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. ഇവിടെ വെച്ചാ നീ കുടിക്കില്ല. ദാ കുടിക്കുമോനെ. ഞാൻ കുടിച്ചോളാം അമ്മേ. അമ്മ പൊയ്ക്കോ, അതവിടെ വച്ചേക്ക്. മറന്നു പോവല്ലേ? ഇല്ലമ്മേ, അമ്മ പോയി കിടന്നോ. അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. കുടിക്കണേ മോനെ. ആ, വരുന്നുണ്ട്. എന്തായി? അവൻ ഗായത്രിയുടെ മുറിയില്ല. ഗായത്രിയുടെ മുറിയില്ല? ആ മുറിയിലേക്ക് അവൻ അങ്ങനെ പോവാറില്ലല്ലോ. ഈശ്വരന്മാര് പോലും നമ്മുടെ ഭാഗത്താണെന്നാ അതിന്റെ അർത്ഥം. അമ്മ എന്തായി പറഞ്ഞു വരുന്നേ? ആ മുറിയിൽ ചത്തുമലച്ചു കിടക്കുന്ന വിശാലിനെ നേരം വെളുക്കുമ്പോ എല്ലാവരും കാണും. വകയ്ക്ക് കൊള്ളാത്ത പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചതിന്റെ മനപ്രയാസത്തില് പെറ്റ തള്ളയുടെ മുറിയിൽ കയറിക്കിടന്ന് അവൻ ആത്മഹത്യ ചെയ്തു. ഈ വീട്ടുകാരും നാട്ടുകാരും പറയുന്ന കഥ ഗോപിയേട്ടൻ പോലും നമ്മളെ സംശയിക്കില്ല. അവൻ ആ മുറിയിൽ കയറിപ്പോകാൻ തോന്നിയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ദൈവം പോലും നമ്മുടെ സൈഡാണെന്ന്. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. മണിക്കുട്ട, ഞാൻ വിളിച്ചിട്ട് ആരും അറിയുന്നില്ല. വാതിലും ജനലും ഒക്കെ തട്ടി വിളിച്ചു. ഈ വീട്ടില് എത്ര ആൾക്കാരുണ്ട്, ഒരാള് പോലും അറിയുന്നില്ല. അദ്ദേഹം ഇപ്പോ ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുക. ഞാനിനി എന്താ ചെയ്യാ മണിക്കുട്ട? കരയില്ലേ പാറു? നല്ല ഇടിയും മിന്നലൊക്കെ ഇല്ലേ? അതുകൊണ്ടാ പാറു വിളിച്ചിട്ട് ആരും അറിയാത്തത്. അയ്യോ, പാറു പേടിക്കണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അച്ഛാ, വാതില് തുറക്ക്.
ആ മണിയോ? മണി എന്താ ഇവിടെ? മണി പുറത്ത് ഇടിയും മിന്നലൊന്നും കാണുന്നില്ലേ? ഇങ്ങനെ പറന്ന് നടന്ന എന്തെങ്കിലും അപകടം വരില്ലേ? മണി പാർവതിയുടെ അടുത്തേക്ക് ചെല്ലേ. ഔട്ട് ഹൗസിലോട് തനിച്ചല്ലേ? പാറു അവിടെയല്ല, ഇവിടത്തെ ഉമ്മറത്തുണ്ട്. എത്ര നേരമായി അവള് വിളിക്കുന്നു. വാതിലും ജനലും ഒക്കെ തട്ടി കൊറേ നേരം വിളിച്ചു. ആരും വാതില് തുറക്കാത്തോണ്ട് അവിടെ ഇരുന്ന് കരയുവാ. മണി, സാറിന്റെ മോന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നെന്ന്. ഉദയന്നൂരമ്മ അവൾക്ക് അതിന്റെ അടയാളം കാണിച്ചു കൊടുത്തത്രേ. എന്റെ മകൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? അവനാ പാല് കുടിച്ചിട്ടുണ്ടാവോ ചേച്ചി? നിങ്ങൾ പോയി കിടന്നു. കാലത്ത് എഴുന്നേക്കാനുള്ളതാ രണ്ടാൾക്കും. അവന്റെ ശവമടക്കിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യേണ്ടതാ. അച്ഛാ, എന്താ മോളെ? അദ്ദേഹം മോളെ വേണ്ട, കുടിക്കില്ലേ. അത് നീ കുടിക്കില്ലേ. എന്തായി കാണിക്കുന്നേ? നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ? ഇത് കുടിക്കണ്ട. എന്തായി കാണിക്കുന്നേ? വിടാനല്ലേ പറഞ്ഞത്? ഇങ്ങ് താ, താ. നിക്കാൻ, വിശാൽ, നിക്കാനാ പറഞ്ഞ. എങ്ങോട്ടേക്ക് കൊണ്ട് ഓടുന്നേ? എനിക്ക് തരാൻ. വിശാൽ മോളെ, എന്താ ഉണ്ടായത്? അച്ഛാ. എന്താ എന്താ അല്ല, അച്ഛൻ തലേ കയറ്റി വെച്ചിരിക്കല്ലേ? അതിന്റെ അഹങ്കാരം ഇവക്ക്. എന്താ ഉണ്ടായെന്ന് പറയടാ. ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അല്ലെങ്കിലേ അർഹതയില്ലാത്തവര് കുടുംബത്ത് കയറി നിരങ്ങും. നീ കാര്യം എന്താന്ന് പറ വിശാൽ. അവളുടെ കയ്യിൽ ആ പാൽ ഗ്ലാസ് കണ്ടില്ലേ? കിടക്കുന്നതിന് മുമ്പ് കുടിക്കാൻ അമ്മ എനിക്ക് തന്നതാ. കുടിക്കാൻ അവള് സമ്മതിച്ചില്ല. അതിനു മുമ്പ് പിടിച്ചു വാങ്ങിച്ചോണ്ട് ഓടി. അവളുടെ കയ്യിൽ നിന്ന് കൊണ്ടുവരുന്ന മാത്രമേ ഞാൻ കുടിക്കാൻ പാടുള്ളായിരിക്കും. അതെ, ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഓരോരോ അധികാരം സ്ഥാപിക്കലും. ഈ കുട്ടി അങ്ങനെ അനാവശ്യ അധികാരം കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മോളെ പാർവതി, എന്താ ഉണ്ടായെന്ന് പറ. അത് ചെറിയമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. വിശാൽ ബ്രോയുടെ കയ്യിൽ നിന്ന് നീ എന്തിനാ ഈ പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങിയത്? അത് ഗാർഗി. പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ പാലില് വിഷമുണ്ട്. വിഷോ? അതെനിക്കിഷ്ടം. ഇങ്ങനൊരു കാരണം പറഞ്ഞാലേ ആരും നിന്നെ വഴക്ക് പറയില്ലല്ലോ. വഴക്ക് പറയില്ലെന്ന് മാത്രമല്ല, വിശാലിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പുരസ്കാരമായിട്ട് ഇവളെ ഈ വീട്ടിനകത്ത് കയറ്റി താമസിപ്പിക്കുകയും ചെയ്യും. ഔട്ട് ഹൗസിൽ നിന്ന് ഈ വീട്ടിലേക്ക് കയറി പറ്റാനേ നീ കണ്ടുപിടിച്ച വഴി എനിക്കിഷ്ടമായി. മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നേ നീ വിചാരിക്കണ്ട. കള്ളം പറഞ്ഞതല്ല, ഉദയനൂരമ്മയാണ് സത്യം. ഈ പാലില് വിഷം ചേർന്നിട്ടുണ്ട്. അച്ഛാ, ഇവളെ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ അതോ ഞാൻ ചെയ്യണോ? വിശാല് കുടിക്കുന്ന പാലിനകത്ത് വിഷമുണ്ടെന്ന് ഔട്ട് ഹൗസിൽ കിടക്കുന്ന നീ എങ്ങനെ അറിഞ്ഞു? പാർവതിയെ സംശയിക്കണ്ട അച്ഛമ്മേ. അവള് പറയുന്ന നിസ്സാരമാക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. കുരുക്ക് മുറുകാണല്ലോ ചേച്ചി. നമ്മള് പെട്ടെന്ന് തോന്നേ. അവക്കെന്തോ അങ്ങനെ തോന്നി. അവള് പറഞ്ഞു. ഇനി വെറുതെ ഇതൊരു ചർച്ചാ വിഷയമാക്കണ്ട. എല്ലാരും പോയി കിടക്ക. പോകാൻ വരട്ടെ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാ മതി. ചേച്ചി, ചേച്ചി എന്തേ കാണിക്കുന്നേ? എങ്ങോട്ടാ? അങ്ങോട്ട് പോലെ പ്രശ്നമാവും. പോലെ ഒന്ന് പറയടാ. അങ്കിള് പറയുന്ന അങ്ങോട്ട്. ചേച്ചി, ആരാ എന്റെ കുട്ടിക്ക് വിഷം കൊടുത്തത്? എനിക്കതറിയണം. ഞാൻ കുറ്റം ഞാൻ ഏറ്റെടുത്ത ഇവൾക്ക് സന്തോഷാവുമല്ലോ. ഈ കുടുംബത്ത് കയറി പറ്റാൻ
ഇവള് ഓരോരോ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നു. അതിനൊക്കെ സമാധാനം പറയേണ്ടി വരുന്നത് ഈ ഞാനും. മോനെ വിശാലേ, നീ പറ, അമ്മ മോന് വിഷം തരുമെന്ന് മോന് തോന്നുന്നുണ്ടോ? ആരൊക്കെ പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കില്ലമ്മേ. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം. പക്ഷെ മോനെ, മറ്റുള്ളവർക്ക് കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കില്ലേ? എന്റെ മോന് ഞാൻ വിഷം കൊടുത്തെന്ന് ഇതിലും വലിയൊരു ആരോപണം ഞാൻ കേൾക്കാനില്ല. ഞാനിത് കുടിക്കാം. അപ്പൊ നിങ്ങൾക്കെല്ലാം വിശ്വാസം ആവുമല്ലോ. ഇങ്ങതാ. അയ്യോ, അത് കുടിക്കല്ലേ അമ്മേ. എനിക്ക് അമ്മയെ സംശയമില്ല. മറ്റുള്ളവരെ അമ്മ ബോധ്യപ്പെടുത്തുകയും വേണ്ട. ഇത് അമ്മ എനിക്ക് തന്ന പാലല്ലേ? അതെ, ഞാൻ തന്നെ കുടിക്കാം. ഇങ്ങനെ അത് കുടിക്കല്ലേ. ബുദ്ധിയുടെ കാര്യത്തിൽ എന്റെ ചേച്ചിക്ക് 100-ൽ 100 മാർക്ക്. ഞാൻ കാല് പിടിച്ച് പറയാ, അത് കുടിക്കല്ലേ. മാറങ്ങോട്ട്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. മാറാൻ. അവളുടെ ഒരു വിശാൽ, ഇങ്ങത്താ ഇത്. ഇത് ഞാൻ കുടിച്ച് കാണിച്ചു തരാം. അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? എനിക്കറിഞ്ഞൂടാ. ചേച്ചി, ചേച്ചി. അയ്യോ, അത് കുടിക്കണ്ട. ഞാൻ എന്റെ കുഞ്ഞിന് വിഷം കൊടുക്കില്ല. അങ്ങനെ ഒരു ആപത്ത് എന്റെ മോന് സംഭവിക്കാനേ പാടില്ല. ചേച്ചി, അത് കുടിക്കല്ലേ, അതിൽ വിഷമുണ്ട്. അയ്യോ ചേച്ചി. എന്താ അമ്മേ? മോൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ ആരും ഇവന് വിഷം കൊടുക്കില്ല. ഇവിടെ കയറി പറ്റാനായിട്ട് ഇവള് നാടകം കളിക്കുന്നല്ലേ മോനെ? എനിക്കത് തെളിയിക്കണം. ചേച്ചി, ചേച്ചി. അമ്മേ, അമ്മേ, അമ്മേ. ചേച്ചി, അമ്മേ, ചേച്ചി, ചേച്ചി, അമ്മേ. അമ്മേ, ചേച്ചി, അമ്മേ. വിനയ്, വണ്ടി എടുക്കണം. വേഗം വണ്ടി വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വേഗം പിടിക്ക. ചേച്ചി. അയ്യോ, ചെറിയമ്മ. എന്റെ ഉദയനൂരമ്മ, ഒരാപത്ത് വരുത്താതെ കാത്തോണേ ദേവി.